ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്കൾ ഒരു മുസ്ലിം ആണോ? അതെ. ഓക്കെ. സൂറ ഫാത്തിഹ ഒന്ന് ഓതി കേൾപ്പിച്ചേ. ഫാത്തിഹ ഓദിക്കാനില്ല, ഇവിടെ ടൈറ്റിൽ കണ്ടിട്ട് വന്നതാണ്. ഫാത്തിഹ ഓതി കേൾപ്പിച്ചേ സഹോദര. താങ്കൾ ഒരു മുസ്ലിം ആണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? ഫാത്തിഹ ഓതി കേൾപ്പിക്കൂ. ഫാത്തിഹ എല്ലാ മുസ്ലിംസും അറിയുന്നതാണ്. 2 ലൈൻ പറയൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് ബൈബിള് 2 ലൈൻ പറയൂ. അതുള്ള 2 ലൈൻ പറയൂ. സൂറത്തുൽ ഫാത്തിഹ. അതെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. മതിയോ? ഓക്കെ. എന്തായിരുന്നു താങ്കൾക്ക് ചോദിക്കേണ്ടത്? നിങ്ങൾ ഇതിൽ ബൈബിളിലുള്ള ചോദിക്കാന്ന് പറഞ്ഞു ചോദിക്കുന്നതാണ്. അതിന്റെ മുഴുവൻ ടൈറ്റിൽ പഠിക്കൂ ബ്രദറെ. മുഴുവൻ ടൈറ്റിൽ വായിക്കൂ. മുഴുവൻ ടൈറ്റിൽ വായിച്ച് തിരിച്ചും ചോദ്യം ചോദിക്കാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, തിരിച്ചു ചോദിക്കാം. അപ്പം ബ്രദർ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു ചോദ്യം ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അല്ല, ഇതില് ഞാന് നിങ്ങൾ ക്രിസ്ത്യാനിറ്റീനെ പരിഹസിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ബ്രദറെ താങ്കൾ പരിഹസിക്കാനാണെന്ന്. ഞാൻ പറഞ്ഞില്ലല്ലോ താങ്കൾ ക്രിസ്ത്യാനിറ്റിയെ പരിഹസിക്കാൻ വന്നാണ്. താങ്കൾ ഒരു ജെന്യുവൻ ആയിട്ടൊരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജെന്യുവൻ ആയിട്ടുള്ള മറുപടി താങ്കൾക്ക് തരും. കുഴപ്പമുള്ള കാര്യമല്ലെന്നേ. അല്ല, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പ് കേൾക്കുന്നു, പരിഹാസങ്ങളും ഇതൊക്കെ ആയിട്ട്, പരിഹാസങ്ങളും അധിക്ഷേപമൊക്കെ ആയിട്ട് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ബൈബിളിൽ ലൂത്ത് എന്നുള്ള പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്ന ആണോ? ബ്രദറെ, ലൂത്ത് എന്നുള്ള പ്രവാചകൻ ഞങ്ങൾക്ക് അറിയത്തില്ല ബ്രദറെ. ലോട്ട് എന്ന LOT. ലോത്ത് എന്ന മനുഷ്യനാണ്. ലോത്ത് എന്ന മനുഷ്യനെ പറ്റി ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രവാചകനാണോ ബ്രദറിന് ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നു പ്രവാചകനാണെന്ന്? അല്ല, മുസ്ലിങ്ങള് ലൂത്ത് എന്നുള്ള പ്രവാചകനാണെന്ന്. അതെ, മുസ്ലിങ്ങൾ ലൂത്ത് എന്ന പ്രവാചകനെ മനസ്സിലാക്കുന്നു. അത് ഖുറാനിലൂടെ. ഖുറാൻ ബൈബിളൊക്കെ കംപ്ലീറ്റ് ആയതിനും 600 വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കേൾവിയിലൂടെ വന്ന സാധനങ്ങളാണ്. താങ്കൾ എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനി ലോത്ത് പ്രവാചകനായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുകയാണ് നിങ്ങളടുത്ത് ആണോന്നുള്ളത്. നിങ്ങൾ അല്ല, ഒരു മനുഷ്യനാണ്. ബ്രദറിന്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്യൂ, എന്നിട്ട് ഞാൻ അതിന് ഉത്തരം പറയാം. ഓക്കെ. ലോത്തിനെ കുറിച്ച് ബൈബിളിൽ ഒരു വേഴ്സ് ഉണ്ട്. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 19 വേഴ്സ് 30. ഒന്ന് വായിക്കാവോ? വേഴ്സ് കൊണ്ടുവന്നത് താങ്കളല്ലേ ബ്രദർ? വായിച്ചോളൂ, കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. ചാപ്റ്റർ 19 വേഴ്സ് 30 അല്ലേ? അതിന്റെ മേളിൽ നിന്ന് താഴോട്ട് ബ്രദർ വായിച്ചോളൂ. താങ്കളല്ലേ വേഴ്സ് കൊണ്ടുവന്നേ, വായിച്ചോളൂ. ഇത് ഞമ്മന്റെ അബ്ദുൽ ലത്തീഫ് അല്ലേ? അസീസ് ബ്രദറെ, ഇത് എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയുന്നതാണ്. അസീസ് ബ്രദറെ, ലോത്തിന്റെ സംഭവം എന്താണെന്നുള്ളത് ഇതൊന്നും നിങ്ങൾ ചോദിക്കുന്നത് ബാലിശമായ ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ്? ഇല്ലല്ല, ഈ ലോത്തിന്റെ സംഭവം ഉണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന് മുതൽ ആ വാക്യം തുടങ്ങി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളും വായിക്കുന്നതാണ്, ചർച്ചിൽ വായിക്കുന്നതാണ്, ഞങ്ങളുടെ സൺഡേ ക്ലാസ്സിൽ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ ചരിത്ര സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുടെ കുട്ടികൾ വായിക്കും. നിങ്ങൾ ഇതിന് എന്ത് പശ്ചാത്തലത്തിലാണ് കൊണ്ടുവരുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഞങ്ങളും വായിക്കുന്നുണ്ട്. എന്താ വായിച്ചാൽ എന്താണ്? ഇവരുടെ വിചാരം നമ്മളോ നമ്മുടെ സൺഡേ സ്കൂളുകളിൽ പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല എന്നാണ് ഇവരുടെ വിചാരം. ബൈബിൾ ഒരു ചരിത്ര പുസ്തകമാണെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അബ്ദുൽ ലത്തീഫ് ബ്രദറെ, താങ്കൾ അത് വായിച്ചോളൂ. 19-ന്റെ മേളിൽ തൊട്ട് താഴോട്ട് വായിച്ചോളൂ. താങ്കൾക്കത് വായിക്കുമ്പോഴേ ആ സിറ്റുവേഷൻ താങ്കൾക്ക് ക്ലിയർ ആയി കിട്ടും. വെളിയിന്ന് താഴോട്ട് വായിച്ചോളൂ. മേളിന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രദർ 19th വേഴ്സിലല്ലേ കിടക്കുന്നേ? അതെ.
അതിൻ്റെ 19th ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വേഴ്സ് തൊട്ട് താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ബ്രദറിന് തന്നെ ഒന്നും പറയാതെ അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാകും. വായിച്ചോളൂ. And there came two angels to Sodom at even, and Lot sat in the gate of Sodom, and Lot, seeing them, rose to meet them, and he bowed himself with his face toward the ground. And he said, Behold, ഇത് ഞാൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇതിന്റെ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളങ്ങ് വായിച്ചാൽ മതി. നിങ്ങളങ്ങ് ബ്രദറെ വായിച്ചാൽ മതി. താങ്കൾ വായിച്ചോളൂ. ഇത് ഈ സംശയം ബ്രദറിന് മാറണമെങ്കിൽ ബ്രദർ ഈ എന്തോ ഈ കെട്ടുകേൾവിയിലൂടെ ഒരാളെ നബിയാക്കിയ ഒരു സമുദായത്തിൽ നിന്ന് താങ്കൾ വരുന്നത് കൊണ്ട് അതിന്റെ ചരിത്രം താങ്കൾ വായിച്ചാലേ അതിന്റെ സത്യാവസ്ഥ താങ്കൾക്ക് കിട്ടത്തുള്ളൂ. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അതെന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. ബ്രദർ അത് താഴോട്ട് വായിച്ചോളൂ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റും. ഞാനും ഇപ്പം ബൈബിളിൽ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലേ 30 വേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഓടിച്ച് വായിച്ചോളൂ ബ്രദറെ, ഓടിച്ച് വായിച്ചോളൂ. യു ക്യാൻ റീഡ് ഇറ്റ് ഫാസ്റ്റ് ആൻഡ് ഡസന്റ് മാറ്റർ. ദ മോർ യു റീഡ് ഇറ്റ് വി വിൽ ബി ഏബിൾ ടു. സോ ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ്. And രണ്ടാമത്തെ വേഴ്സ്, and he said, Behold, now my lords, turn in, I pray you, into your servant house, and tarry all night, wash your feet, ye shall rise up early, go on your ways. And they said, Nay, but we will abide in the street all night. And he pressed upon them greatly, and they turned unto him, and entered into house, and he made them a feast, and did bake unleavened bread. അബ്ദുൽ ബ്രദറെ, ഇതുവരെ വായിച്ച ഭാഗം ഒന്ന് റീക്യാപ്പ് ചെയ്യാം. There were a couple of men who came, okay? When they came, so Lord saw them. So Lord is inviting them to be guest in their house, so that couple of men ആണോ അവിടെ എന്തോ പറയുന്നത്? ടു ഏഞ്ചൽസ് ആണ്. പക്ഷെ ലോട്ടിന് അറിയത്തില്ലല്ലോ അത് ഏഞ്ചൽസ് ആണെന്ന്. ഓക്കെ, മനസ്സിലായില്ലേ? സോ 2 ഏഞ്ചൽസ് വന്നു. എന്നാൽ ലോട്ട് അവരെ ഇൻവൈറ്റ് ചെയ്ത് വീട്ടിലേക്ക് വരുത്താൻ നോക്കുന്നു, രാത്രി പാർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവര് പറയുന്നു, ഇല്ല, ഞങ്ങൾ വെളിയിൽ തന്നെ ഞങ്ങൾ പാർത്തോളാം എന്ന് പറയുന്നു. പക്ഷെ ലോട്ട് ഈസ് പ്രസിംഗ് ഓൺ എന്ന് പറഞ്ഞാൽ ഹി ഈസ് അഗൈൻ ആൻഡ് അഗൈൻ ഹി ഈസ് ഇൻവൈറ്റിംഗ് ദം. അപ്പൊ അവരെന്ത് ചെയ്തു? they came in. ഓക്കെ, ഇനിയും അതിന്റെ മൂന്നാമത്തേത് ഫോർത്ത് തൊട്ട് താഴോട്ട് വായിച്ചു. But before they lay down, men of the city, even the men of Sodom, compassed the house round, both old and young, all people from every quarter. And they called unto Lot, and said unto him, Where are the men which came in to thee this night? Bring them out unto us, that we may know them. And Okay. Lot went out. So wait a minute. So അദ്ദേഹം ലോട്ട് ഈ 2 പേരെയും വീട്ടിനകത്തോട്ട് കൊണ്ടുവരുന്നു. രാത്രി ആയപ്പോഴത്തേക്കിനും അവിടെയുള്ള പ്രായമായവരും യൗവനക്കാരുമായിട്ടുള്ള ആണുങ്ങള് എല്ലാവരും ലോട്ടിന്റെ വീട് വളയുന്നു. എന്നിട്ട് അവർ പറയുന്നു, വേർ ആർ ദ മെൻ ഹു കേം ഇൻ ടു യുവർ ഹൗസ്? സോ ബേസിക്കലി ദേ വാണ്ട് ടു ഹാവ് സെക്സ് വിത്ത് ദം, ബിക്കോസ് the 2 angels. Okay, because they were men. They were men. So the people who came, who were the men of Sodom, the sin of Sodom was homosexuality. അതറിയാമല്ലോ. ലോട്ടിന്റെ സമുദായം എന്ന് പറഞ്ഞ ഹോമോസെക്ഷുവാലിറ്റി. ലോട്ടിന്റെ സമുദായമല്ല ബ്രദറെ, ലോത്തിന്റെ സമുദായമല്ല. കീപ് യുവർ ഇസ്ലാം എസൈഡ്. ഇപ്പൊ നമ്മൾ ബൈബിളാണ് സംസാരിക്കുന്നത്. The people of Sodom, the sin was homosexuality. Okay, so they came in, they rounded the house, they said to Lord that bring those men out so that we may know them. ആ വേർഡാണ് അവിടെ ബ്രദറിന്റെ ബൈബിളിനകത്ത് എന്താണ്? we may know them. So actually what we may know them is that we may have sex with them. Okay.
ഇനി താഴോട്ട് വായിച്ചു. ഇത് ഏത് ബൈബിളാണെന്ന് അറിയില്ല, ഓൺലൈനിൽ എടുത്താണ്. Yeah, that's fine. ഏത് വേർഷനാണ്? You can go on and read it. You will see, you can read it in Hebrew and translate it, or you can read it in English and you can get the same understanding. Go ahead and read it. Okay, and Lot went out at door unto them, and shut the door after him, and said, I pray you, brethren, do not so wickedly. Behold, now I have two daughters, which have not known a man. Let me, I pray you, bring them out unto you, and do ye to them as is good in your eyes. So Only unto basically, this what Lot is saying is that don't do this wicked thing. ആ മനുഷ്യരോട് വന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഈ രണ്ട് ആൾക്കാർ വന്നവർ ഇവരെന്റെ ഗസ്റ്റ് ആണ്. ഡോണ്ട് ഡു ദിസ് വിക്കഡ് തിങ്. വിക്കഡ് തിങ് മീൻസ് ഡോണ്ട് ഡു സോഡമി വിത്ത് ദം. ഈ സോഡോം എന്ന ഈ ഈ സിറ്റിയിൽ നിന്നാണ് ഈ സോഡമി എന്ന വാക്ക് വന്നത്. സോഡമി മീൻസ് ഹോമോസെക്ഷുവാലിറ്റി. സോ ഹി ഈസ് സെയിങ് ഡോണ്ട് ഡു ദിസ്. Instead of these men, I would give my daughters to you so that you could do whatever you please, but don't insult my guest. Okay? ഇതാര് പറഞ്ഞു? കാരണം ഇത് ലോത്ത് പറയുന്നതാണ്. Because Lot is living among the people who are immoral. So പുള്ളിയുടെ മൈൻഡ് സെറ്റും അവരെ പോലെ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. But he still want to protect his guest. Okay? Go ahead and read it. And they said, stand back. And they said again, this one fellow came into sojourn, and he will needs be a judge. Now will deal worse with thee than with them. And they pressed sore upon the man, even Lot, and came near to break the door. അവിടെ വെയിറ്റ് ചെയ്യ്. I will make it a little easier. So അവര് പറഞ്ഞു stand back. They shouted. അവര് ഷൗട്ട് ചെയ്തു, നീ പുറകിലോട്ട് മാറി നിൽക്ക്. This fellow came to town as an outsider. ലോട്ടിനെ പറ്റി പറയാണ്, ഇവൻ വെളിയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്, ഔട്ട്സൈഡറിനെ പോലെ വന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് നൗ ഹി ഈസ് ആക്ടിങ് ലൈക്ക് അവർ ജഡ്ജ്. ഇപ്പോ ഇവൻ നമ്മുടെ ജഡ്ജിനെ പോലെ ഇവൻ ഇടനിലക്കാരനായി നിന്നിട്ട് ഇവൻ ഈസ് ആക്ടിങ് ലൈക്ക് എ ജഡ്ജ്. Okay, we will treat you far worse than those other men. അവരോട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും വേഴ്സ് നിന്നോട് ഞങ്ങൾ ചെയ്യും, ലോട്ടിനോട് ചെയ്യുമെന്ന് ഈ വന്ന ആണുങ്ങൾ പറയുകയാണ്. അവിടെ ആ സോതോമിൽ ഉണ്ടായിരുന്ന ആണുങ്ങൾ. ഓക്കെ, ആൻഡ് ദേ ലഞ്ച്ഡ് ടുവേർഡ്സ് ലോട്ട് ടു ബ്രേക്ക് ഡൗൺ ദ ഡോർ. അപ്പൊ അവരെന്ത് ചെയ്തു? Started banging on the door. They started trying to force the door open. Okay, 10 തൊട്ട് താഴോട്ട് വായിച്ചു. അല്ല, ഇത് 30 വരെ ഉണ്ട്. ബ്രദറെ, അത് ബ്രദറെ, when you read a scripture portion, see, ഞങ്ങൾ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഞങ്ങൾ ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? We read the Bible in the whole context so that you can understand, I can understand. When I teach my child, ബ്രദറെ, അങ്ങനല്ല. ഈ ചോദ്യം ബ്രദർ ചോദിച്ചത് ജെനുവിൻ ആയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് ബ്രദർ തന്നെ വായിക്കുമ്പോഴേ, ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ പറയും, no, you might be inserting something. So when you read it, we are both on the same page. മനസ്സിലായോ? That is why I want you to നമ്മളിപ്പം ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ ഹാഫ് വേ ആയി കഴിഞ്ഞു. 10th വരെ എത്തിക്കഴിഞ്ഞു. 30 is not far away. But when put forth their hand and pulled Lot into the house to them and shut to the door, and they smote the men and they that were at the door of the house with the blindness, both small and great. Okay, അവിടെ നിൽക്കൂ. So these two angels, what did they do is, these two angels, they pulled Lot inside. ലോട്ടിനെ വീട്ടിനകത്തോട്ട് അവര് അകത്തോട്ട് വലിച്ചിട്ട് ഡോർ അവർ അടച്ചു. Then they blinded all the men. So basically, because these were angels, they have the power of God. So what they did is they blinded all the men. So these men outside, they could not find the door. Okay. So it says, then they blinded all the men, young and old, who were at the door of the house. So they gave up
trying to get inside. 12. And the men said unto Lot, Hast thou here any besides son-in-law and thy sons and thy daughters, and whatsoever thou hast in the city, bring them out of his place. For we will destroy this place, because the cry of them in waxen great before face of the Lord, and Lord hath sent us to destroy it. Okay. അവിടെ നിൽക്ക്. So 12 and 13 says, meanwhile the angels questioned Lot. ലോട്ടിനോട് ചോദിക്കുകയാണ്, do you have any other relatives here in the city? നിനക്ക് ഏതെങ്കിലും ഇവിടെ relatives ഉണ്ടോ? They asked, get them out of this place, your son-in-laws, your sons, daughters, or anyone else. For we are about to destroy this city completely. ഈ സോതോം എന്ന സിറ്റിയെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്യാൻ പോവുക. The outcry against this, ഈ ഏഞ്ചൽസ്, ഈ വന്ന 2 ഏഞ്ചൽസ്, okay, so they are saying that this city is going to get destroyed completely. നിനക്കുള്ളത് നിനക്കറിയാവുന്നവരുമായിട്ടുള്ള എല്ലാ റിലേറ്റീവ്സിനും എടുത്തുകൊണ്ട് ഇവിടുന്ന് ഓടിപ്പോക്കോണം. The outcry against this place is so great it reached the Lord. എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിനെതിരെ ഉള്ള ആ ഒരു എന്തുവാ, ഇവിടുത്തെ വൃത്തികേടുകൾ അത് ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, the outcry against this place is so great it has reached the Lord, and he has sent us to destroy it. അപ്പം യഹോവയാം ദൈവം ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. എന്തിന്? ഡിസ്ട്രോയ്, ഈ സിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യാൻ. ഇനിയും താഴോട്ട് 14. And Lot went out and spake unto his sons-in-law, which married his daughter, and said, Up, get you out of this place, for the Lord will destroy this city. But he seems as one that mocked unto his sons-in-law. Yeah, ഇവിടെ so basically what he is saying is, so Lot rushed out to tell his daughter's fiancés, അവർ ഡോട്ടേഴ്സിന്റെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പുരുഷന്മാരുടെ അടുത്തേക്ക് ചെന്നു. ഓക്കെ, എന്നിട്ട് ലോത്ത് പറഞ്ഞു, ക്വിക്ലി ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് സിറ്റി, ഈ സിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകും. ദ ലോർഡ് ഈസ് അബൌട്ട് ടു ഡിസ്ട്രോയ് ഇറ്റ്, ദൈവം ഈ സിറ്റിയെ നശിപ്പിക്കാൻ പോവുക. ബട്ട് ദ യങ് മെൻ തോട്ട് ഹി വാസ് ഓൺലി ജോക്കിംഗ്, ഇവൻ കളി തമാശ പറയുകയാണെന്ന് ആ യൗവനക്കാര് വിചാരിച്ചു. കാരണം ആ യൗവനക്കാര് ആ സിറ്റിയിലുള്ളവന്മാരായിരുന്നു. മനസ്സിലായോ? ലോട്ടിന്റെ പെൺമക്കളുടെ ഫിയാൻസേസ്, they were of that particular city, so they didn't believe Lot. 15. വായിച്ചോ ബ്രദർ. അവിടുത്തെ 14 കഴിഞ്ഞു. ഓക്കെ. When morning arose, then angel hastened Lot, saying, Arise, take thy wife and thy 2 daughters which are here, lest though he consume in the iniquity of the city. And while he lingered, the men laid hold upon his hand, and upon the hand of his wife, and upon the hand of his 2 daughters. ഒരു മിനിറ്റ്. സോ ബ്രദർ ഇപ്പം വായിച്ചത് 15th അല്ലേ? 16. And at the dawn next morning, 15 and 16. Okay. And at the dawn next morning, the angels became insistent. Angels persistent ആയിട്ട് ലോട്ടിനോട് പറയും, എളുപ്പം ഓട്, hurry. They said to Lot, take your wife and your 2 daughters who are here. നിന്റെ ഭാര്യയും 2 പെൺമക്കളെയും എടുത്തോണ്ട് ഇവിടുന്ന് ഓട്. അപ്പം ഈ പെൺമക്കളുടെ ഫിയാൻസേസ് ലോട്ടിന്റെ കൂടെ ഉണ്ടോ? ലോട്ടിന്റെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ല. പെൺമക്കളുടെ ഫിയാൻസേസിനോട് ലോട്ട് ചെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ പെൺമക്കളുടെ ഫിയാൻസേസ് ലോട്ടിന്റെ പെൺമക്കളുടെ കൂടെ വന്നോ? ഇല്ല.
ഇല്ല വന്നിട്ടില്ല. Okay. So, and at the dawn the next morning, the angels became insistent. Hurry, they said to the Lord. Take your daughters and take your wife and your two daughters who are here. Get ഉം, out right now, or you will be swept away in the destruction of the city. ഉം, 16th verse. When Lot still hesitated, the angels seized his hand ഉം, and the hands of his wife and two daughters and rushed them to safety outside the city. ലോട്ട് പിന്നെയും ഇച്ചിരി ഒരു എന്തോ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചപ്പോൾ ഏഞ്ചൽസ് എന്ത് ചെയ്തു? ഇവരുടെ രണ്ടുപേരുടെയും ആ 4 പേരുടെയും കൈകൾ പിടിച്ചിട്ട് അവരെ സിറ്റിയുടെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഉം. ഓക്കെ, സേഫ്റ്റി ഔട്ട്സൈഡ് ദ സിറ്റി, ഫോർ ദ ലോർഡ് വാസ് മെർസിഫുൾ. കാരണം യഹോവയാം ദൈവം ലോത്തിനോട് കരുണ കാണിച്ചു. എന്തുകൊണ്ട്? അബ്രഹാം അബ്രഹാം വാസ് ദ റീസൺ. ഓക്കെ, 17 17 തൊട്ട് താഴോട്ട് വായിച്ചു. When they were safely out of the city, അല്ല ഇത് ആ സിറ്റി നശിപ്പിക്കുന്നതിനുള്ള ഓരോ മുൻപിലത്തെ ഇതാണ് പറയുന്നത്, അതിനു സംഭവങ്ങളാണ് മുൻപിലത്തെ പറയുന്നത് സംഭവങ്ങളാണ് അല്ലേ? ഇത് നടക്കുന്നത്. അതിന് മുൻപിലത്തെ സംഭവമാണ് ഈ ഈ സ്റ്റെപ്പ് മനസ്സിലാകുമ്പം ബ്രദറിന് ഉം. മനസ്സിലാകും ആ മുന്നിലോട്ട് വരാൻ പോകുന്ന സംഭവം എന്താണെന്ന്. അല്ല ഇതിപ്പോ ഓരോ പോകുമ്പോൾ ചാപ്റ്റർ 20 അല്ല വേഴ്സ് 29 വായിച്ചോളൂ ആവുമ്പോൾ വായിച്ചോളൂ. We have reached almost to the 20th. It's just 10 more verses. We can run around. Behold, now വായിച്ചങ്ങ് പോ. the city is near to flee into. This is little one. Oh, let me escape hither. And it is not little one. My soul shall grieve. And he shall Which say, verse See, which I verse are have you reading? accepted this concerning you also. ഏത് വേഴ്സാ വായിക്കുന്നത്? 20, 21, 22. 17th you haven't read. When they were safely out of the city, one of the angels ordered, run for your lives and do not look back. Important ആയിട്ടുള്ള ഭാഗമാണ്. Do not look back or stop anywhere in the valley. Escape to the mountains. എങ്ങോട്ട് ഓടണമെന്നാ പറഞ്ഞത് ഈ ഏഞ്ചൽസ്? Mountain. എങ്ങോട്ട് ഓടണമെന്നാ പറഞ്ഞത്? To the mountains. വാലിയിൽ നിൽക്കല്, നേരെ മൗണ്ടനിലോട്ട് ഓടണം. Or you will be swept away. 18. Oh no, my lord, Lot begged. You have been so gracious to me and saved my life, and you have shown such great kindness, but I cannot go to the mountains. എനിക്ക് മൗണ്ടൻ വരെ ഓടാനുള്ള കഴിയത്തില്ല. Disaster would catch up to me there and I would soon die. കാരണം പുള്ളിയുടെ പേടി ഞാൻ മൗണ്ടൻ വരെ എത്തുന്നതിന് മുൻപേ തന്നെ ഞാൻ മരിച്ചു പോകുമെന്നാണ്. ഓക്കെ, 20th വേഴ്സ് വായിച്ചോളൂ. Behold, now this city is near to flee unto this little one or escape hither. And he said unto him, See, I have accepted thee concerning this thing also, that I will not overthrow this city for the which thou hast spoken. Has the escape Which ഏത് വേഴ്സാ? ഏത് വേഴ്സാ? 22, 21 കഴിഞ്ഞ് 22. Has the escape thither, for I cannot do anything till thou be come thither. Therefore the name of city was called Zor. The sun was raised upon the earth when Lot entered into Zor. Then Lord rained upon Sodom, upon Gomorrah, അപ്പം brimstone, ലോട്ട് എങ്ങോട്ട് fire ഓടിച്ചെന്നു? from the ലോട്ട് Lord എങ്ങോട്ട് out of ഓടിച്ചെന്നു? heaven. ലോത്ത് എങ്ങോട്ട് ഓടിച്ചെന്നു? ലോത്ത് എങ്ങോട്ട് ഓടിക്കേറി? മൗണ്ടനിലോട്ട് എത്തിയില്ല. ലോത്ത് ഏത് സിറ്റിയിലോട്ട് ഓടിക്കേറി? Zor. സോർ സിറ്റിയിലേക്ക് ഓടിക്കേറി. സൺ റൈസ് ചെയ്തപ്പോൾ ലോട്ട് റീച്ച് ദ വില്ലേജ് ജസ്റ്റ് ആസ് ദ സൺ വാസ് റൈസിങ് ഓവർ ദി ഹൊറൈസൺ. സൺ റൈസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? 24. Then the Lord rained down fire and burning sulfur from the sky on Sodom and Gomorrah. സോതോമിന്റെ മുകളിലും ഗൊമോറയ്ക്ക് മുകളിലും ദൈവം തീയും ഗന്ധകവും ചൊരിഞ്ഞു. Rain down. Okay. 25. And he overthrew those cities and all the plain and all inhabitants of the cities and that which grew upon the ground. But his wife looked back from behind him, and she became a pillar of salt.
സോ ഇവിടെ വേറൊരു ഇമ്പോർട്ടന്റ് സംഭവം സംഭവിക്കുക. എന്ത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? 25-ൽ he utterly destroyed, അപ്പം ദൈവം utterly destroyed Sodom and Gomorrah. He utterly destroyed them along with the other cities and villages of the plains, wiping out all the people and every bit of vegetation. But Lord's wife looked back. ദൂതന്മാർ എന്തോ പറഞ്ഞത്? എന്ത് ചെയ്യരുതെന്നാ പറഞ്ഞേ? ദൂതന്മാർ പറഞ്ഞു തിരിഞ്ഞു നോക്കാൻ പാടില്ല. ബട്ട് ലോർഡ്സ് വൈഫ് ലുക്ക്ഡ് ബാക്ക് ആസ് ഷീ വാസ് ഫോളോവിംഗ് ബിഹൈൻഡ് ഹിം ആൻഡ് ഷീ ടേൺഡ് ഇൻടു എ പില്ലർ ഓഫ് സോൾട്ട്. ഉപ്പ് തൂണായി പുള്ളിക്കാരത്തി തീർന്നു. ഇനി 27. And Abraham got up early in the morning to the place where he stood before the Lord. And he looked toward Sodom and Gomorrah and toward all the land of plain. And beheld, and lo, the smoke of the country went up as smoke of furnace. Right. So അബ്രഹാം അതിരാവിലെ എഴുന്നേച്ച് അബ്രഹാം നോക്കുമ്പോൾ, അബ്രഹാമിനറിയാം ലോത്ത് അവിടാണ് പാർക്കുന്നത്. അബ്രഹാം അതിരാവിലെ എഴുന്നേച്ച് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹി ലുക്ക്ഡ് ഔട്ട് അക്രോസ് ദ പ്ലെയിൻസിലാണ് ഈ സോഡോം ആൻഡ് ഗൊമോറ കിടക്കുന്നത്. അബ്രഹാം നോക്കുമ്പോൾ സോഡോം ആൻഡ് ഗൊമോറ ആൻഡ് വാച്ച്ഡ് എ കോളം ഓഫ് സ്മോക്ക് റോസ് ഫ്രം ദ സിറ്റി. ആ സിറ്റിയിൽ നിന്ന് ഈ സ്മോക്ക് വരുന്നതായിട്ട് അബ്രഹാം കണ്ടു. ഓക്കെ, സിറ്റീസ് ലൈക്ക് ദ സ്മോക്ക് ഓഫ് എ ഫർണസ്. ഒരു ഫർണസിൽ നിന്ന് സ്മോക്ക് വരുന്നത് പോലെ, ഒരു തന്തൂരിനകത്തുനിന്ന് ഇങ്ങനെ സ്മോക്ക് വരത്തില്ലേ, അതുപോലെ ആ സിറ്റിയിൽ നിന്ന് സ്മോക്ക് വരുന്നതായിട്ട് അബ്രഹാം കണ്ടു. 29. It came to pass when God destroyed the cities of plain that God remembered Abraham. Wait. This is important. But God has listened to Abraham's request. But God has listened to Abraham's request and kept Lot safe. ലോട്ടിനെ സേഫ് ചെയ്തത് എന്തിനാ? ആരുടെ റിക്വസ്റ്റ് കാരണമാ? Because of Abraham. അബ്രഹാമിന്റെ റിക്വസ്റ്റ് കാരണമാണ് ലോത്തിനെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ദൈവത്തിന് ലോത്തിനെ രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹി വാസ് നോട്ട് എ റൈച്ചസ് മാൻ. ഹി വെന്റ് അവേ ഫ്രം എബ്രഹാം. അബ്രഹാമിന്റെ അനുഗ്രഹത്തിൽ നിന്നും അബ്രഹാമിന്റെ ആ ഒരു സംരക്ഷണയിൽ നിന്ന് പുള്ളി ദൂരെ പോയി സോദോം ആൻഡ് ഗോമോറയിൽ പോയി ജീവിക്കുകയാണ്. ആ മ്ലേച്ഛന്മാരുടെ കൂടെ ജീവിക്കുകയാണ്. സോ ഗോഡ് ഡിഡ് നോട്ട് ഹാവ് ടു സേവ് ദം. But because of Abraham, God sent his angels to save him out of the city. ഇനി അടുത്ത് വായിക്കൂ. And Lot went up out of Zoar and dwelt in the mountain, and his 2 daughters with him, for he feared to dwell in Zoar, and he dwelt in a cave. Okay, wait ചെയ്യൂ. ലോട്ട് ഓടിച്ചെന്ന് കേറിയത് സോറിലാണ്. ഓക്കെ, സോ when he ran, he got into Zor. പക്ഷെ സോറിൽ കയറി കഴിഞ്ഞിട്ടും സോറിൽ ലോത്തിന് ജീവിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ലോട്ട് എങ്ങോട്ട് ഓടിച്ചെന്നു? നേരെ മൗണ്ടൻ കേവ്സിലോട്ട് ഓടിച്ചെന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ സോദോം ആൻഡ് ഗോമോറായുടെ പാപങ്ങളിൽ ആ സെയിം മ്ലേച്ഛത അവിടെ ഉണ്ടായിരുന്ന മറ്റു പട്ടണങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷെ മാക്സിമം സോഡോം ആൻഡ് ഗോമോറയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ദൈവം അതിനെ നശിപ്പിച്ചു. ഇവിടെ സോറിലും സെയിം ബുദ്ധിമുട്ട് ലോട്ടിനുണ്ടായി. മനസ്സിലായി? അതാണ് ഈ 30 പറയുന്നത്. ആഫ്റ്റർവേർഡ്സ് ലോട്ട് ലെഫ്റ്റ് സോർ ബിക്കോസ് ഹി വാസ് അഫ്രെയ്ഡ് ഓഫ് ദ പീപ്പിൾ ദെയർ. അവിടെയുള്ള മനുഷ്യരിൽ നിന്നും ലോത്തിന് പേടിയായിരുന്നു. കാരണം എന്തുവാ? അവിടെയുള്ള മനുഷ്യർ എന്ത് ചെയ്യും? ലോത്തിന്റെ കൂടെ ആരാ? 2 പേര്. അല്ല, ഇപ്പം ലോത്തിന്റെ കൂടെ ആരാ ഉള്ളത്? 2 daughters ഉണ്ട്. പിന്നെ പുള്ളിയുടെ ജീവന് ഭയമുണ്ട്. മനസ്സിലായോ? നേരത്തെ വന്ന് ഇങ്ങനെ നശിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞ 2 ഏഞ്ചൽസ് പോയി. അവര് പോയല്ലോ. അവര് നശിപ്പിച്ചിട്ട് ഈ ലോത്തിനെ സോർ പട്ടണത്തിലാക്കിയിട്ട് അവര് പോയി. They left. ഓക്കെ, ഈ സോർ പട്ടണത്തിൽ താമസിച്ചതിന് ശേഷവുമാണ് പുള്ളിക്ക് മനസ്സിലായത് ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദീസ് പീപ്പിൾ ആർ ഗോയിങ് ടു ഹാം ഹിം.
അപ്പം പുള്ളിക്ക് സ്വന്തം ജീവനോട് ഭയം ഉണ്ടായിരുന്നു. സോ വാട്ട് ഹാപ്പൻ? സോ ഹി ലെഫ്റ്റ് ഫ്രം സോർ ടു ദ മൗണ്ടൻസ്. സമയം കിട്ടിയപ്പോൾ പുള്ളി അങ്ങ് ഓടി. ആൻഡ് he went to live in the caves in the mountain with his two daughters. പുള്ളിക്ക് എവിടെ പോകാമായിരുന്നു? ആരുടെ അടുക്കൽ പോകാമായിരുന്നു തിരിച്ച്? അബ്രഹാമിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാമായിരുന്നു. പുള്ളി എന്ത് ചെയ്തില്ല? പോയില്ല. മനസ്സിലായോ? അബ്രഹാം ഓൾറെഡി എ ബിഗ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അബ്രഹാം ഓൾറെഡി ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞു. അബ്രഹാമിന് എല്ലാ ആടുമാടുകളും എല്ലാം ഉണ്ട്. പക്ഷെ അബ്രഹാമിന്റെ അടുക്കലേക്ക് പോകാഞ്ഞ് ഈ പുള്ളിക്കാരൻ പിന്നെ നേരെ മൗണ്ടൻസിലോട്ടാണ് പോകുന്നത്. അബ്രഹാമിന്റെ വീട് ഒത്തിരി ദൂരം ഒന്നും അല്ല കേട്ടോ. കാരണം ഇഫ് യു ഹാവ് റെഡ് ദ പ്രീവിയസ് വേഴ്സ്, അബ്രഹാം കുഡ് സീ ഇൻ ദ പ്ലെയിൻസ് സോഡോം ആൻഡ് ഗോമോറ ഗെറ്റിംഗ് ബേൺഡ്. കറക്റ്റ് അല്ലേ? ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് ടു ഫാർ അവേ. പുള്ളി ഓടിച്ചെന്ന് കയറിയത് മൗണ്ടൻസിലോട്ടാണ്. ഓക്കെ, ഗോ അഹെഡ് ആൻഡ് റീഡ് ഇറ്റ്. And the firstborn said unto the younger, Our father is old. Who said to the and younger? there is no Who said to the younger? Firstborn. Firstborn means the firstborn daughter. Firstborn daughter said to the younger daughter that our father is old. Yeah, go ahead. And there is not a man in the earth to come in unto us after the manner of all earth. Okay, so ഭൂമി മുഴുവൻ നശിപ്പിച്ചാണോ? അല്ലെങ്കിൽ ആ രണ്ട് സിറ്റി മാത്രമാണോ നശിപ്പിച്ചത്? അല്ല ബ്രദറെ, ആ രണ്ട് സിറ്റിയെ ദൈവം നശിപ്പിച്ചു. ഇവര് പാർക്കുന്നത് മൗണ്ടൻസിലാണല്ലോ. ദേ ആർ ഇൻസൈഡ് ദ കേവ്സ്. They are not living in the Zor city. Okay? And also, these women, these two daughters and Lot are the only people who are inside the cave. They don't have anyone else. Okay? അപ്പം ഈ സഹോദരി, മൂത്ത സഹോദരി ഇളയ സഹോദരിയോട് എന്തുവാ പറയുന്നേ? There are no men left anywhere in this entire area. ആ ഏരിയയിൽ men ഇല്ല. ഏത് ഏരിയയിൽ? ഇവർ ഈ താമസിക്കുന്ന ഈ പർവ്വതത്തിന്റെ ഏരിയയിൽ മെൻസ് ആരും ഇല്ല. മെൻസ് ഉണ്ട്, സോർ പട്ടണത്തിൽ മെൻസ് ഉണ്ട്. തൊട്ടടുത്ത പട്ടണത്തിൽ മെൻസ് ഉണ്ട്. പക്ഷെ ആ പട്ടണത്തിൽ മെൻസ് ഇല്ല. ഇനി അവർ താഴോട്ട് അതിന്റെ റീസൺ പറയുന്നുണ്ട്. There are no men left anywhere in this entire area, so we can't get married like everyone else. എല്ലാവരും പോലെയും ഞാനത് you want to get the root Hebrew? I can give you the root Hebrew. Just give me a minute. I can give you the root Hebrew. No problem with that. Just give me a minute. Okay. And went up Lot out of Zor, dwelt and in the mountains in caves. Okay. And the firstborn to the younger, our father is old, and a man no on earth. Okay, ഇവിടെ അവർ വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത് എർത്ത് എന്നാണ് അവർ വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ എറത്ത് എന്ന വാക്ക് അല്ലെങ്കിൽ ഹീബ്രുവിൽ എറേത്ത് എന്ന വാക്കാണ്. ഓക്കെ, എറേത്ത് എന്ന വാക്കാണ് ഇവിടെ അബ് സാഖീൻ ഈഷ് ഐൻ എറേത്ത്. അബ് സാഖീൻ ഈഷ് ഐൻ എറേത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ, ഹീബ്രു ഭാഷയിൽ അവർ എറേത്ത് എന്ന വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എറത്തിന് ലാൻഡ് എന്നും ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ആ ലാൻഡിൽ from an unused root, probably meaning to be a firm or a large private land. ഓക്കെ, അപ്പൊ തൊട്ടടുത്ത പട്ടണത്തിൽ പുരുഷന്മാരുണ്ട്. അതെ, തൊട്ടടുത്ത പട്ടണത്തിൽ പുരുഷന്മാരുണ്ട്. പക്ഷെ ഈ ലാൻഡിൽ പുരുഷന്മാരില്ല. ഈ എറയത്തിൽ പുരുഷന്മാരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മനസ്സിലാക്കുന്ന ആ എർത്തല്ല. എർത്ത് എന്ന് പറഞ്ഞാൽ ഈ മുഴുവനും ഭൂഗോളം എന്ന ആ ആശയമല്ല വരുന്നത്. ഹീബ്രുവിൽ അവർ എറയത്ത് എന്ന വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലാൻഡിൽ പുരുഷന്മാരില്ല. വായിച്ചോളൂ, താഴോട്ട് വായിച്ചോളൂ. Come, let us make our father drink wine, and we will lie with him, that we may preserve seed of our father. Wonderful. And they made their father drink wine that night, and firstborn went in, lay with her father, and he perceived not when she lay down, nor when she arose.
And it Okay. came to pass on morrow that firstborn said unto the younger, Behold, I lay Mm. yester night with my father. Let us Mm-hmm. make him a drink wine this night also, and Mm-hmm. go thou in and lie with him, that we may Mm-hmm. preserve seed of our father. വണ്ടർഫുൾ വണ്ടർഫുൾ. ഇതിന്റെ ആ ഫസ്റ്റ് വേഴ്സ് ഒന്ന് നിർത്തി വായിച്ച്. ആം, ഓ, ഓ, അതിന്റെ 32 വായിക്കണേ. കം ഉം. ലെറ്റ് us get him drunk. ഇത് ഉം. ലോത്ത് അറിഞ്ഞിട്ടുണ്ടോ? ഉം? ലോത്ത് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞോ. ലോത്ത് അറിഞ്ഞിട്ടില്ല. ഓക്കെ, ലോത്ത് അറിഞ്ഞിട്ടില്ല. You and I, we both agree, ലോത്ത് ഇത് അറിഞ്ഞിട്ടില്ല. Come, let us get him drunk with wine, and then we will have sex with him, that way we will preserve our family line through our father. ഇവരുടെ ഫാമിലി ലൈനിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഇവരെന്തിനാണ് ഈ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നത്? അത് പറഞ്ഞ കാര്യത്തിൽ തന്നെ അവരുടെ ഫാമിലി ലൈനിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ലാൻഡിൽ അവർക്ക് പുരുഷന്മാരാരും ഇല്ലാതിരുന്നിട്ട് അവർക്ക് അവരുടെ ഫാദറിന്റെ ലീനിയേജിനെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ഒരു വൃത്തികെട്ട ഒരു പരിപാടി കാണിക്കുന്നു. എന്ത് ചെയ്യുന്നു? കം ലെറ്റ് us get him drunk with wine, and then we will have sex with him, that way we will preserve our family line through our father. So that night they got him drunk. അപ്പം രണ്ടുപേരും കൂടെ ലോത്തിനെ മദ്യം കുടിപ്പിച്ചു. ഓക്കെ, ആൻഡ് ദി ഓൾഡർ ഡോട്ടർ വെന്റ് ഇൻ, ഹാഡ് ഇന്റർകോഴ്സ് വിത്ത് ഹർ ഫാദർ. അപ്പൊ മൂത്ത മകള് റൈച്ചസ് മാൻ ആണെന്നാണ് പറയുന്നത്, റൈച്ചസ് മാൻ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. who said Lot is a righteous man? റൈച്ചസ് മാൻ ആയിരുന്നെങ്കിൽ അബ്ദുൽ ലത്തീഫ് ബ്രദറെ, റൈച്ചസ് മാൻ ആയിരുന്നു എങ്കിൽ അദ്ദേഹം അബ്രഹാമിന്റെ വീട് വിട്ടു പോകുമോ? അബ്രഹാമിന്റെ വീട് വിട്ടിട്ട് അവൻ സോതോം ഗോമറയിൽ ചെന്ന് സ്വവർഗരതി നടത്തുന്നവരുടെ ഇടയിൽ പോയി താമസിച്ചിട്ട് അവിടുന്ന് ദൂതന്മാർ വെളിയിൽ കൊണ്ടുവന്നപ്പോൾ സോർ പട്ടണത്തിൽ താമസിച്ചിട്ട് പുള്ളി അബ്രഹാം അവിടെ ജീവനോടെ ഉണ്ട്, അബ്രഹാമിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരത്തില്ലേ? ഇല്ല, അവിടെ മെസ്സേജ് അവിടെ കൊടുക്കാൻ പോവാണെങ്കിലോ? അല്ല, അബ്രഹാമിന്റെ വീട് അത്രയും ദൂരമൊന്നും അല്ല. അബ്രഹാമിന് സോതോമിനും അതെ. അപ്പം ലോത്ത് വാസ് നോട്ട് എൻ ആക്ച്വൽ റൈച്ചസ് മാൻ. ലോട്ട് ഷുഡ് ഹാവ് ഡൺ വാട്ട്? അവൻ എന്ത് ചെയ്യണമായിരുന്നു? അവൻ അവന്റെ രണ്ട് പെൺമക്കളെയും ലോട്ട് സ്വർഗരതിയെ പ്രോത്സാഹിപ്പിച്ച ആളാണെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നോ, ഞാൻ അത് പറഞ്ഞിട്ടില്ല. ബ്രദറെ, റൈച്ചസ് എന്നതുകൊണ്ട് താങ്കൾ എന്തോ ഉദ്ദേശിക്കുന്നേ? What do you mean by righteous? Bible has a certain definition of somebody being righteous. മനസ്സിലായോ? അതിനകത്ത് if this person would have went back to Abraham and had asked for forgiveness, നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ പണ്ട് ചെയ്തത് എന്നോട് ക്ഷമിക്ക്, ഞാനും എൻ്റെ 2 പെൺമക്കളും ഉണ്ട്, ഞാൻ ദൈവമായ യഹോവയെ ആരാധിച്ച് ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ we would have still considered him at least a person who repented back. പക്ഷേ ലോത്ത് എന്ത് ചെയ്തു? ലോത്ത് provided this opportunity for his daughters. മനസ്സിലായോ? അപ്പൊ ഈ ഡോട്ടേഴ്സ് എന്ത് ചെയ്തു? അച്ഛാ, ഇത് ചെയ്യുമ്പോൾ ലോത്ത് ഇത് അറിയുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ 2 പെൺമക്കളും ഈ ലോത്തിനെ കള്ള് കുടിപ്പിച്ചതിന് ശേഷം, വൈൻ കുടിപ്പിച്ചതിന് ശേഷം അവർ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ ഫാദറിന്റെ ലീനിയേജിനെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഈ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലോത്ത് ഇത് അറിയുന്നുണ്ടോ? അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ കൂടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഐ എം ജസ്റ്റ് ആസ്കിങ് യു ദാറ്റ് ലോത്ത് ഇത് അറിഞ്ഞിട്ടുണ്ടോ? യെസ് ഓർ നോ? ആ സമയത്ത് എനിക്കറിയില്ല. ഒരാള് കള്ളു കുടിപ്പിച്ചു എന്ന് പറയുമ്പോ അത് വായിക്കാം, നമുക്ക് താഴോട്ട് വായിച്ചോളൂ. Read it 33 വായിച്ചു. 33 വായിക്കേ. 33 താഴോട്ട് വായിക്കേ. So that night മൂത്ത പെൺകുട്ടി പോയി, മൂത്ത മകള്, അതെ, അച്ഛനുമായിട്ട്
ഇതൊക്കെ എങ്ങനെയാണ് ആ പറയുന്നത്? അല്ല അത് വായിക്കേ എനിക്ക് ഇങ്ങനെ പറയണേ ഒന്നും എനിക്കറിയില്ല. ഒന്നും ആഡ് എനിക്ക് ആഡ് എങ്ങനെ ചെയ്യണ്ട. പറയണേ എനിക്കറിയില്ല. എനിക്ക് അബ്ദുൾ പറയാൻ ലത്തീഫെ തന്നെ അതൊന്നും ആഡ് അറപ്പ് ചെയ്യണ്ട. അയ്യോ എന്റെ പ്രിയ കൂട്ടുകാരെ ഒരു സെക്കൻഡ് പറയാൻ അത് തന്നെ പ്രിയ അറപ്പ് കൂട്ടുകാരെ നിങ്ങൾ തോന്നുന്നുണ്ട്. അത് വായിക്കും. അത് അറപ്പാ പറയാൻ സഹോദര തോന്നുന്നത്. താങ്കൾ അത് വായിക്കൂ. കോഴിക്കോട്ട് പല സ്ഥലത്തും അല്ലല്ല ഒരു സെക്കൻഡ് കോഴിക്കോട്ട് പല സ്ഥലത്തും മകളുടെ അടുത്ത് പോകുന്ന നിങ്ങളിൽപ്പെട്ട അബ്ദുൽ ലത്തീഫ് ബ്രദറെ, പിതാക്കന്മാരുണ്ട്. അത് നിങ്ങൾക്ക് പറയുന്നതിന് നാണക്കേടില്ല. അബ്ദുൽ ലത്തീഫ് നാണക്കേടില്ല. ബ്രദറെ, പക്ഷെ ഇതൊന്ന് ബ്രദറെ, വായിക്കൂ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അബ്ദുൽ ലത്തീഫ് ബ്രദറെ, ഇസ്ലാമിനകത്ത് ഇത് അനുവദനീയമാണ്. ഞാനത് തെളിയിച്ചു കാണിക്കാം. പുസ്തകത്തിലൂടെ ഇസ്ലാമിനകത്ത് ഇത് അനുവദനീയമാണെന്ന് ഞാൻ തെളിയിക്കാം. ഒരു പ്രശ്നമല്ല. ഖുറാനിൽ നിന്ന് തന്നെ ഞാൻ ഇസ്ലാമിനകത്ത് ഇത് അനുവദനീയമാണെന്ന് ഞാൻ തെളിയിച്ചു കാണിക്കാം. ഫാദറുമായിട്ടുള്ള സെക്സ് അനുവദനീയമാണെന്നാ? ഫാദറുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ സിനയിലുണ്ടായ ഒരു മകളുമായി ഫാദറുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഇസ്ലാമിനകത്ത് ദാറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ഡോട്ടർ. ഐ വിൽ പ്രൂവ് ഇറ്റ് ടു യു. ഇസ്ലാം ഡസ് അലൗ ഇറ്റ്. Do you want me to prove it to you? ഖുറാനിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അബ്ദുൽ ലത്തീഫ് ബ്രദറെ, ഞാൻ ഇതുവരെ ഇസ്ലാമിലോട്ട് കയറാഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സോ ദാറ്റ് യു കുഡ് അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്ററി. ഹിസ്റ്റോറിക്കലായി എന്ത് നടന്നു എന്നുള്ള വിഷയം താങ്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ അപ്പോളജറ്റിക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. താങ്കൾക്ക് മനസ്സിലായോ? ഞാൻ ഇതുവരെ താങ്കളുടെ മുൻപിൽ അപ്പോളജറ്റിക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഡിഫൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ പൊളിമിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് താങ്കളോട് പറഞ്ഞത് ഞാൻ പൊളിമിക്സ് ചെയ്യുമ്പോൾ വൈകിട്ട് വരെ വെള്ളം കോരിയില്ല. ഇപ്പൊ കലം കൊണ്ടേ ഉടക്കണോ? എന്തായാലും ഇവിടം വരെ എത്തിയല്ലോ. താങ്കൾക്ക് താഴോട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. താങ്കൾക്ക് ഗബ്രിയേൽ ബ്രദർ വായിച്ചോളൂ. വായടച്ചോ. പക്ഷെ ഒരു കാര്യം, ഈ അറപ്പ് തോന്നുന്നവര് ഇത് വായിച്ചു കഴിഞ്ഞ് ഖുറാൻ എടുക്കുമ്പോ ഓടരുത്. ഇത്രയും അറപ്പ് തോന്നുന്ന താങ്കൾ അബ്ദുൽ ലത്തീഫ് ഇവിടുന്ന് ഓടണം. ബാക്കി ഇനി അടുത്തയിലേക്ക് കയറുന്നത് ആ വിഷയത്തിലേക്ക് വരുമെന്ന് പുള്ളിക്ക് അറിയാം. അത് കാരണം ഇനി ഓടണം. അതുകൊണ്ട് ഞാനതിനി അതെടുക്കാം. അബ്ദുൽ ലത്തീഫെ, ഞാൻ താങ്കളുടെ മുൻപിൽ ഖുറാൻ ഇനിയും അടുത്തത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. താങ്കളും കേട്ടു. താങ്കൾ ഇവിടെ പറഞ്ഞു, ഇവിടെ ബൈബിളിലോട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിന് ഉത്തരം പറയും. പക്ഷേ മറു ചോദ്യമുണ്ട്. താങ്കൾ തന്നെയാണ് വായിച്ചത്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഖുറാനിൽ നിന്ന് തെളിയിക്കും. ഇസ്ലാമിനകത്ത് ഒരു മനുഷ്യനെ അവന്റെ മകളെ ലൈംഗിക ബന്ധം ചെയ്യുവാൻ അനുവാദം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. ഐ വിൽ പ്രൂവ് ഇറ്റ് ടു യു from the Quran and from the tafsir of the Quran. Abdul Latif, I will prove it to you from the Quran. ഖുറാനിൽ നിന്ന് ഞാൻ തെളിയിക്കും. ഇതാദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. അബ്ദുൽ ലത്തീഫ് ബ്രദറെ, ഇത് ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്, താങ്കളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല. ഇത് ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി ഈ ബൈബിള് വചനം വായിക്കുന്നത് അത്യാവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ ഒരാളെയും ഇൻസൾട്ട് ചെയ്യാനോ മറ്റു മതവിശ്വാസികളെ അധിക്ഷേപിക്കുന്ന അബ്ദുൽ ലത്തീഫ്, we just don't care. നിങ്ങൾ നിങ്ങൾ ആക്ഷേപിക്കുകയോ ഇല്ലയോ, ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. ഇവിടെ നാസറിൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഇവിടെ ബൈബിളിലുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും, അത് കഴിഞ്ഞ് ഖുറാനിലോട്ട് പോകുമെന്ന് പറഞ്ഞു. സിമ്പിൾ. നിങ്ങളുടെ ഈ ഉടായ്പ ന്യായം ഇവിടെ വേണ്ട. ഇത് നിങ്ങളിപ്പോ ഗബ്രിയേൽ ബ്രദർ വായിക്കുന്നു, നിങ്ങൾ ചമ്മലെന്നാണ് പറഞ്ഞില്ല, ആയിരക്കണക്കിന് ഇൻസിഡന്റ്. പിന്നെ പ്രാക്ടിക്കാലിറ്റി നിങ്ങളുടെ ഈ ഇതിനകത്തൊരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല ഗിബോർച്ച, ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. വായിച്ചുകൊണ്ടിരുന്ന ഭാഗം നമ്മൾ പകുതി വെച്ച് നിർത്തിയിട്ട് പോകുന്ന ആൾക്കാരല്ല. അല്ല, ഞങ്ങൾ വായിച്ചോളാം, താങ്കളുടെ അനുവാദം ഒന്നും വേണ്ട. ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഖുറാനിലേക്ക് വരും. അതുവരെ മ്യൂട്ട് ചെയ്തിരുന്നു. അറപ്പുള്ളവരവിടെ മിണ്ടാതിരുന്നു. വായിക്കുന്നേ. താങ്കൾ ഇത്രയും നേരം മനോഹരമായിട്ട് അത് വായിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. ഇത് താഴത്തോട്ട് വന്നോണ്ടിരുമ്പോ എന്താണ് കാര്യം എന്നുള്ളത് താങ്കളുടെ തലയിലോട്ട് ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും താങ്കൾ പിടയ്ക്കാൻ തുടങ്ങി. താങ്കളോട് ഇരിക്കും, ഞാൻ വായിക്കാം. ഓക്കെ, കേട്ടോളൂ, ശാന്തമായിട്ട് കേട്ടു. പിറ്റേ നാൾ മൂത്തവൾ ഇളയവളോട്, ഇന്നലെ രാത്രി ഞാൻ അപ്പനോട് കൂടെ ശയിച്ചു.
നാം അവനെ ഇന്ന് രാത്രി വീഞ്ഞു കുടിപ്പിക്ക, അപ്പനാൽ സന്തതി ലഭിക്കേണ്ടത് നീയും അകത്ത് ചെന്ന് അവനോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൾ ചെന്ന് അവനോട് കൂടെ ശയിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. ഇങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. നിക്ക അവൾ ശയിച്ചതും അവരെണ്ണിച്ചതും ആരറിഞ്ഞില്ല? അവൻ അറിഞ്ഞില്ല, ലോത്ത് അറിഞ്ഞിട്ടില്ല. ലോത്ത് അറിഞ്ഞിട്ടില്ല. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. താഴോട്ട് 33 കൂടെ ഒന്ന് വായിക്കും. 33 കൂടെ വായിക്കൂ. ഓക്കെ. അത് തന്നെ 33-ഉം 35-ലും പറയുന്നുണ്ട്. 33-ല് മൂത്ത പെൺകുട്ടി ചെന്നപ്പോഴും ഇത് തന്നെ. അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ അകത്ത് ചെന്ന് അപ്പനോട് അവിടെ ശയിച്ചു. അവൾ ശയിച്ചതും എണീറ്റതും അവൻ അറിഞ്ഞില്ല. 35-ല് രണ്ടാമത്തെ മോള് ചെയ്തു. അങ്ങനെ എഴുതി വെച്ചു. മുഴുവൻ വായിച്ചോ ബ്രദറെ, മുഴുവൻ വായിക്കുക. അത് താഴെ 38 വരെ വായിക്കണം. അതിന്റെ ഇമ്പോർട്ടന്റ് വിഷയം ഈ പാപത്തിലൂടെ ജനിച്ച കുഞ്ഞുങ്ങൾ അവരെന്തായി തീർന്നു, പിന്നത്തേതിൽ അവർ ഇസ്രായേലിന് വലിയൊരു തലവേദനയായി തീർന്നു എന്ന് താഴോട്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഓക്കെ. 36. ഇങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് മോവാബ് എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള മോവാബ്യർക്ക് പിതാവ്. ഇളയവളും ഒരു മകനെ പ്രസവിച്ചു. അവന് ബെൻ അമീൻ എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള അമോന്യർക്ക് പിതാവ്. ഈ മറ്റൊരു ഭാഗത്ത് പറയുന്നില്ല, ഈ 2 തലമുറയും രണ്ടെണ്ണവും 10 തലമുറ വരെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുണ്ട്. അറിയാവോ? എക്സാക്ട്ലി. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ ബൈബിൾ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ലോത്ത് ഇതറിഞ്ഞിട്ടില്ല, അവർ രണ്ടുപേരും ചെയ്തത് തെറ്റാണ് എന്ന് ദൈവം മുന്നിലോട്ട് ഈ കാര്യം വിവരിക്കുമ്പോൾ മോവാബ്യരെ പറ്റിയും അമോര്യരെ പറ്റിയും ഉള്ള പണിഷ്മെന്റായി ദൈവം അത് പറയുന്നുണ്ട്. അവരുടെ പാപം എന്തുവാണെന്ന് പിന്നത്തേതിൽ പറയുന്നുണ്ട്. ഇനിയും വളരെ വ്യക്തമായിട്ട് ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ കുറ്റം ചെയ്തവരാരാണ്? ആ 2 പെൺകുട്ടികളാണ്. പക്ഷേ ലോത്തിന്റെ കുറ്റം എന്തായിരുന്നു? ലോത്ത് ഈ 2 പെൺകുട്ടികളുടെ കൂടെ നേരെ ഈ മലയുടെ കേവിലോട്ട് പോയി. അതായിരുന്നു ലോത്തിന്റെ കുറ്റം. കാരണം ലോത്തിന് പോകാമായിരുന്ന സ്ഥലം എവിടെയായിരുന്നു? അബ്രഹാമിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാമായിരുന്നു. ഇനി ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര മ്ലേച്ഛതയാണ്, ഇത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പറയാൻ പോലും കൊള്ളുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഖുറാന്റെ ആയത്ത് വായിക്കാം. സൂറ 25 അതിന്റെ ബൈബിളിനകത്ത് എന്തെങ്കിലും പറഞ്ഞോളൂ സിസ്റ്റർ. ഓക്കെ. ഞാൻ 1-2 കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ വലിയ വിഷമമാണ് ഇവർക്ക് എന്ന് പറഞ്ഞു. ശരിയാണ്, കാര്യം ശരിയാണ്. ധർമ്മബോധമുള്ള ആർക്കും, നമ്മളും കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ധർമ്മബോധം ഉള്ള ആർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്ത കാര്യം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ കാണണം. ഇദ്ദേഹത്തിന്റെ ജീവൻ തന്നെ രക്ഷിക്കാൻ കാരണം അബ്രഹാമിന്റെ പ്രാർത്ഥനയാണ്. അബ്രഹാം ഇയാളെ പറ്റി കരുതലുള്ളവനായിരുന്നു, തന്റെ സഹോദരന്റെ മകനാണല്ലോ. അപ്പൊ ലോത്തിനെ പറ്റി അപ്പോഴും ദുഃഖത്തോടെ വിഷമത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആര്? അബ്രഹാം. ഈ സോദം ഗൊമോറയെ നശിപ്പിക്കാനായിട്ട് ഇവര് തന്നെ വിസിറ്റ് ചെയ്യാൻ വന്ന 3 പേർ അവര് പറഞ്ഞപ്പോൾ തന്നെ ദൈവം അബ്രഹാമിനോട് വെളിപ്പെടുത്തിയപ്പോഴാണ് അബ്രഹാം ഇവർക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്തത്. സോദം ഗൊമോറയ്ക്കെതിരെയുള്ള നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു, ഞാൻ അവരെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം പറയാണ്. അപ്പൊ ഉടനെ അബ്രഹാമിന്റെ മനസ്സിൽ വരുന്നത്, അയ്യോ എന്റെ നെവ്യൂ അവിടെ ഉണ്ടല്ലോ, എന്റെ സഹോദരപുത്രൻ അവിടെ ഉണ്ടല്ലോ. ഒരിക്കൽ പോലും ഈ സഹോദരപുത്രൻ ഇവിടുന്ന് വിട്ടതും പോയ ശേഷം തിരിച്ചു വന്നിട്ടോ ഒന്നുമില്ല. അബ്രഹാമിനെ അയാൾ കംപ്ലീറ്റ്ലി മറന്നു കഴിഞ്ഞു. ലോത്ത് ഒരു നന്ദികെട്ട മനുഷ്യനാണ്. അബ്രഹാമിനെ ഒരിക്കൽ പോലും വന്ന് കാണുകയോ തന്നെ ഇത്രയും സമ്പത്തിലേക്ക്, ഒരു അനാഥനായ അപ്പൻ മരിച്ചുപോയ സമയത്ത് അബ്രഹാമിന്റെ കൈ പിടിച്ച് പുറത്തു വന്നവനാണ്.
പക്ഷെ അതൊന്നും ഓർക്കാതെ ഒരിക്കൽ പോലും തിരിച്ചു വന്നില്ല. ഒരിക്കൽ പോലും ഒന്ന് നന്ദി പറയാനോ എന്റെ അമ്മ എന്റെ വല്യപ്പനാണ് കാണാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പൊ ഈ അബ്രഹാം ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നു. അബ്രഹാമിന്റെ ഒരു ഇന്റർസെഷൻ മധ്യസ്ഥം കൊണ്ടാണ് ജീവൻ തന്നെ കിട്ടിയത്. ആദ്യം പറഞ്ഞു 50 നന്മയുള്ള പുരുഷന്മാർ ആ നഗരത്തിലുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോ ദൈവം പറഞ്ഞു ഇല്ല. അപ്പൊ 45 ആണെങ്കിൽ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു ഇല്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്? അവിടെ ലോത്തിനൊരു കുടുംബം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഒരു 50 പേരെങ്കിലും ഒരു നഗരത്തിൽ കാണാതിരിക്കുമോ നന്മയുള്ളവർ? പിന്നെ അതിനെ 35 30 20 10 10 പേരവിടെ ആ നഗരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം ചോദിച്ചപ്പോൾ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു. പക്ഷെ 10 പേരെ പോലും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ടും അവിടെ 10 നന്മയുള്ളവരെ കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ടും അബ്രഹാമിന്റെ ഹൃദയത്തിലെ ഒരു പ്രാർത്ഥന ആയതുകൊണ്ട് എന്റെ സഹോദരപുത്രനെ നശിപ്പിക്കല്ലേ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രം അബ്രഹാം 10 പേരെ നിർത്താൻ കാരണം എന്ന് പറഞ്ഞാല് അബ്രഹാമും മക്കളും 4 പേര്, അതായത് പെൺമക്കൾക്ക് വേണ്ടി കല്യാണം നിശ്ചയിച്ചിരുന്ന അവര് 3 6 പേര്. അങ്ങനെയാണ് 10 കൊണ്ട് നിർത്തിയത്. അതായത് നീതിമാനെ ആയിരിക്കും അബ്രഹാമിന്റെ മക്കൾ കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്, ആ 10 പേരെ കൊണ്ട് അബ്രഹാം നിർത്തിയത്. അതെ, അങ്ങനെ നിർത്തിയിട്ട് പക്ഷെ ദൈവം അതുപോലും കൺസിഡർ ചെയ്യാതെ അവിടെ 10 പേരുണ്ടായിരുന്നില്ല. ലോത്ത് മാത്രം ഒരാള്, ദൈവബോധം ഉള്ള ഒരാള് ലോത്ത് മാത്രമായിരുന്നു. പക്ഷെ ലോത്തിന് ദുരഭിമാനം, നന്ദികേട്, ഇങ്ങനെയുള്ള സകല ദുർഗുണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോത്ത് ഒരിക്കലും നമ്മുടെ വിഷയം ഈ അപ്പന് മകളുടെ കൂടെ ശയിക്കാമെന്നുള്ള വിഷയത്തിലാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇനിയും നമ്മൾ അപ്പോളജറ്റിക്സ് അല്ല, ഇനിയും നമ്മൾ പോളമിക്സ് ആണ്. ഗബ്രിയേൽ ബ്രദറെ, സൂറ 25:54 ഒന്ന് വായിച്ചേ. ഖുറാൻ 25. എല്ലാവരും താഴെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും തരുന്ന റെഫറൻസുകൾ, ഇടുന്ന ലിങ്കുകൾ എല്ലാം സേവ് ചെയ്ത് വെക്കുക. ഒരു ഫുൾ ഡീറ്റെയിൽ ഇന്ന് നിങ്ങൾക്ക് ഇസ്ലാമിനകത്ത് സ്വന്തം മകളുടെ കൂടെ, സ്വന്തം അമ്മയുടെ കൂടെ, സ്വന്തം അമ്മച്ചിയുടെ കൂടെ, സഹോദരിയുടെ കൂടെ, എല്ലാവരുടെ കൂടെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഒരു ഹദ്ദുമില്ല എന്നതും ഞാൻ ഇനി ഇവിടെ തെളിയിക്കാം. സൂറ 25:54 എടുക്കുക. 25:54. അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ രക്തബന്ധമുള്ളവനും വിവാഹ ബന്ധമുള്ളവനും ആക്കുകയും ചെയ്തു. അവൻ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ രക്തബന്ധമുള്ളവനും വിവാഹ ബന്ധമുള്ളവനും, 2 കാര്യങ്ങളാണ്. രക്തബന്ധം വിവാഹ ബന്ധമുള്ളവനായി സൃഷ്ടിക്കുന്നു. നിന്റെ രക്ഷിതാവ് കഴിവുള്ളവനാകുന്നു. നിന്റെ രക്ഷിതാവ് കഴിവുള്ളവനാകുന്നു. ഏത് സൂറത്താണ് പറഞ്ഞത്? സൂറ 25 അതിന്റെ 54, 25:54. ഓക്കെ, സൂറത്തുൽ ഫുർഖാനാണ്. സൂറ ഫുർഖാൻ 25 അതിന്റെ 54. ഗബ്രിയേൽ ബ്രദറെ വായിച്ചു? അത്രേ ഉള്ളൂ. വായിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതിനകത്ത് എവിടാ ബ്രദറെ, എന്താണ് ഇതിനകത്ത് താങ്കൾ പറയുന്നത്? എവിടെയാണ് സ്വന്തം മകളുമായി ലൈംഗിക ബന്ധം ചെയ്യാൻ പറയുന്നത്? ഇവിടെയാണ് നിങ്ങൾ ഈ ആയത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവരുടെ പണ്ഡിതന്മാരിലേക്ക് പോകേണ്ടത്. ഇവരുടെ ഏറ്റവും വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സ്കോളർ ആണ് ഇമാം ഖുർത്തുബി. ഞാൻ ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ ഞാൻ മേളിലിട്ടിട്ടുണ്ട്. എല്ലാവരും ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലേക്ക് പോവുക. ഞാനത് വായിക്കാം. ഓക്കെ, ഇനിയും അത് നിൽക്കൂ സഹോദര, നിക്ക് ഇടയ്ക്ക് കയറല്ലേ പ്ലീസ്. ഇനിയും ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറല്ലേ. ലെറ്റ് മീ ഫിനിഷ് ദിസ് റീഡിംഗ് ആൻഡ് ദെൻ യു ക്യാൻ സേ ഇറ്റ്. Okay, let me finish the reading and you can say it. Okay, ഇമാം ഖുർത്തുബിയുടെ ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള തഫ്സീർ. ഓക്കെ, വേണ്ടേ ഒരു മിനിറ്റ്. അദ്ദേഹം മ്യൂട്ട് ചെയ്തോളും, കുഴപ്പമില്ല. അദ്ദേഹം മ്യൂട്ട് ചെയ്തോളും, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. Ibn al-Arabi said, lineage is an expression referring to the mixing of the fluids between the male and a female from a religious legal point of view. ഇബിൻ അൽ അറബി പറയുന്നത് ലീനിയേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത്, അത് വെള്ളങ്ങൾ കൂടിച്ചേരുന്നതാണ്. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും വെള്ളങ്ങൾ കൂടിച്ചേരുന്നതാണ് റിലീജിയസ് പോയിന്റ് ഓഫ് വ്യൂവിലൂടെ. However, if this union between male and female occurs through disobedience or fornication,
ഈ പുരുഷന്റെയും സ്ത്രീയുടെയും ഈ ബന്ധം അത് ഫോർണിക്കേഷനിലൂടെ സിനയിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ then the resulting child is not considered a part of the person's true lineage. അപ്പോ അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ് ഈ പുരുഷന്റെ ശരിയായിട്ടുള്ള പാരമ്പര്യം ലീനിയേജിൽ പെടുന്നതല്ല. That is why a daughter born from adultery is not mentioned in Allah's saying. അതുകൊണ്ട് ഒരു മകൾ അഡൾട്ടറിയിലൂടെ ഒരു മകൾ ജനിക്കുകയാണെങ്കിൽ ആ മകളെ അള്ളാഹുവിന്റെ ഈ കാറ്റഗറിക്കകത്ത് അള്ളാഹു പറഞ്ഞ ഈ മകൾ അല്ലെങ്കിൽ മകൻ എന്ന കാറ്റഗറിക്കകത്ത് പെടുത്താവുന്നതല്ല. ഓക്കെ, that is why a daughter born from adultery is not mentioned in Allah's saying, prohibited to you for marriage are your mothers and daughters. സൂറ 4:23 നിന്റെ അമ്മമാരും നിന്റെ സഹോദരിമാരും നിനക്ക് പ്രൊഹിബിറ്റഡ് ആണ് എന്ന് പറയുന്നതിൽ ഇത് ഇൻക്ലൂഡഡ് അല്ല. ഏത്? സിനയിൽ ജനിച്ച മകൾ. കാരണം ലീനിയേജ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. Okay, you are prohibited to you for marriage are your mothers and daughters, Surah 4:23, because she is not considered a daughter according to the most authentic teaching of Islamic scholars. കാരണം എന്തുവാ? അവളെ മകളായി കണക്കിടുന്നില്ല. ആര്? മോസ്റ്റ് ഓത്തന്റിക് ടീച്ചിങ്സ് ഓഫ് ഇസ്ലാമിക് സ്കോളർ. ഇസ്ലാമിക് സ്കോളേഴ്സിന്റെ ഇടയിൽ അവളെ സിനയിൽ ജനിച്ച, വ്യഭിചാരത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ മകളായി കണക്കിടുന്നില്ല. ഓക്കെ, ഇഫ് ദർ ഇസ് നോ ലീഗൽ ലീനിയേജ് ദെൻ ദർ ഇസ് നോ ലീഗൽ റിലേഷൻഷിപ്പ്. ലീഗൽ ആയിട്ടുള്ള ലീനിയേജ് ഇല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഇല്ല. അമ്മയുമായി ലീഗൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ, നിക്കാഹ് നടന്നിട്ടില്ലെങ്കിൽ, മകളുമായി ലീഗലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇല്ല. Okay, if there is no legal lineage then there is no legal relationship. For adultery does not prohibit for marriage the daughter of the mother you committed adultery with. എന്ത്? For adultery does not prohibit from marriage the daughter of the mother you committed adultery with. ആ മകളുടെ കൂടെ അഡൾട്ടറി ചെയ്യുന്നതും പ്രൊഹിബിറ്റഡ് അല്ല. ഫോർ അഡൾട്ടറി ഡസ് നോട്ട് പ്രൊഹിബിറ്റ് എന്ത്? നിക്കാഹ്. ദ ഡോട്ടർ of the mother you committed adultery with, nor the mother of the woman you committed adultery with. What is lawfully prohibited is not also prohibited due to sin. Lawful ആയിട്ട് പ്രൊഹിബിറ്റഡ് ചെയ്തത് മേളിൽ സൂറ 4:23 ലോഫുൾ ആയി പ്രൊഹിബിറ്റ് ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് ഇവിടെ പ്രൊഹിബിറ്റഡ് അല്ല, ഡ്യൂ ടു സിൻ. ഒരു മുസ്ലിമിന് സിനയിൽ ജനിച്ച മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. കാരണം അവൾ അവന്റെ ലീനിയേജിൽ മകളല്ല. Okay, for Allah has bestowed lineage and relations through marriage upon his servants. അള്ളാഹു എന്തോ ചെയ്തിട്ടുണ്ട്? പാരമ്പര്യവും ലീനിയേജ് ആൻഡ് റിലേഷൻഷിപ്പ്, പാരമ്പര്യവും കുടുംബ ബന്ധവും എന്തിലാണ്? ഈ മാരേജിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവന്റെ അടിമകൾക്ക് വേണ്ടി, സെർവൻസിന് വേണ്ടി. ആൻഡ് ഗ്രേറ്റ്ലി എസ്റ്റീംഡ് ദീസ് റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് മാത്രമേ അള്ളാഹു കണക്കിടുന്നുള്ളൂ, ഗ്രേറ്റ്ലി എസ്റ്റീം ചെയ്യുന്നുള്ളൂ. ഏത്? നിക്കാഹ് ബന്ധത്തിലുള്ള ആ ബന്ധങ്ങളെ മാത്രമേ അള്ളാഹു ബന്ധമായി കണക്കിടുന്നുള്ളൂ. അതിന് പുറത്തൊരു കുഞ്ഞു ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുമായി ബന്ധം ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇസ്ലാമിനകത്തില്ല. Allah has established law identifying what is legal and what is prohibited, which is not equal to each other. Therefore, falsehood cannot be a part of these laws. വളരെ കൃത്യമായി ഈ വിഷയം പറയുന്നു. ഇനിയും
means Qurtubi parayana, Qurtubi said, the scholars have differed on the permissibility of man marrying his daughter who was the result of an adulterous relationship. Adulterous relationshipil ninnu oru kunju jenikkum avaluമായി നിക്കാഹ് ചെയ്യുന്നതിൽ സ്കോളേഴ്സിന് വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. Or for that matter marrying his sister or granddaughter. അവളുടെ അവന്റെ സഹോദരിയുമായിട്ടും അവന്റെ മകളുടെ മകളുമായിട്ട് ഗ്രാൻഡ് ഡോട്ടറുമായിട്ട് ചെയ്യുന്നതിലും who was the result of adultery. അഡൾട്ടറിയിലൂടെ മകള് ജനിച്ചാലും മകളുടെ മകള് ജനിച്ചാലും അഡൾട്ടറിയിലൂടെ ആണെങ്കിൽ അതിനകത്ത് രണ്ട് അഭിപ്രായങ്ങളാണ്. സം പ്രൊഹിബിറ്റ് ദിസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. ചിലർ പറയുന്നു ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ചെയ്യാൻ പാടില്ല. Some prohibit these type of relationship. Among them was Ibn al-Qayyim. Ibn al-Qayyim അവരിൽ പെട്ടവരാണ്. Which is also the saying of Abu Hanifa. Abu Hanifaയുടെ ഈ അഭിപ്രായമാണ്. And his companions. Others, however, allowed this type of marriage, such as Abdul Malik. Abdul Malik, Maliki ജൂറിസ്പ്രുഡൻസിന്റെ അബ്ദുൽ മാലിക് ഒരു മുസ്ലിമിന് അവന്റെ മകളുമായി നിക്കാഹ് ചെയ്യുവാൻ അനുവദനം കൊടുത്തിട്ടുണ്ട്. 4 മസബുകളാണുള്ളത്: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. അബ്ദുൽ മാലിക് അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ഓൾസോ ദ സേയിങ് ഓഫ് അൽ ഷാഫി. ഷാഫിയും അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഷാഫി എന്ത് ചെയ്തു? അബ്ദുൽ മാലിക് അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇമാം ഷാഫി അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ദിസ് വാസ് ഡീറ്റെയിൽഡ് ഇൻ ദി എക്സ്പ്ലനേഷൻ ഓഫ് സൂറ 4. സൂറത്തുൽ നിസായുടെ ഡീറ്റെയിലിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയും സ്വന്തം പ്രവാചകൻ ഈ കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് കൂടെ നമുക്ക് നോക്കാം. ഇസ്ലാമിന്റെ പ്രവാചകൻ ഈ വിഷയം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തം മകളുടെ കൂടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിഷയം കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ട് ഇവിടെ ഇരിക്കുന്നു. കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ജൂറിസ്പ്രൂഡൻസ് പഠിക്കുമ്പോൾ ആ ജൂറിസ്പ്രൂഡൻസ് എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം, അവരുടെ പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനിത് ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുന്നത്. അബ്ദുൽ ബ്രദർ ഇടയ്ക്കല്ലേ, ഞാനിത് ഡീറ്റെയിൽ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ വന്ന് ഒരു ബൈബിളിനെതിരെ ഒരു കാര്യം പറയുമ്പോൾ ആ വിഷയത്തെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ഞങ്ങൾ അതിന് തുല്യമായിട്ടുള്ള ഒരു വിഷയം എടുത്തിട്ട് അതിനെയും വളരെ വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകും എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ ആ കാര്യം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയം കൂടെ ഇവിടെ എടുക്കുകയാണ്. ഇത് അൽ തബരിയുടെ മുഹീബ് അൽ ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. മുഹീബ് അൽ ദീൻ, അൽ തബരിയുടെ മുഹീബ് അൽ ദീൻ, പേജ് നമ്പർ 36 നിന്നാണ് ഞാൻ ഈ വിഷയം എടുക്കുന്നത്. ഞാൻ എല്ലാവർക്കും വേണ്ടി തെളിവ് മേളിൽ ഇടുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും അറബിക്കിൽ, എൻ്റെ പ്രിയ കൂട്ടുകാരനായിരിക്കുന്ന അബ്ദുൽ ബ്രദറിനും അത് അറബിക്കിൽ വായിക്കാം. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ വായിക്കാവുന്നതാണ്. ഞാനത് വായിക്കാം. ഓൺ ദി അതോറിറ്റി ഓഫ് ഇബിൻ അബ്ബാസ്. ഇബിൻ അബ്ബാസിന്റെ അതോറിറ്റിയിലാണ് ഈ കാര്യം പറയുന്നത്, ചില കാരണമൊന്നുമല്ല. ഇബിൻ അബ്ബാസ്, he said that the prophet used to kiss Fatima a lot. On the authority of Ibn Abbas, may Allah's prayer and blessing be blah 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 blah, used to kiss Fatima a lot. ഫാത്തിമയെ ഒത്തിരി ഉമ്മ വെക്കാറുണ്ടായിരുന്നു. So Aisha said to him, Aisha ഇങ്ങനെ പറഞ്ഞു, you kiss Fatima a lot. താങ്കൾ ഫാത്തിമയെ ഒത്തിരി ഉമ്മ വെക്കാറുണ്ടല്ലോ. He said that Jibril on the night I was taken captive admitted me to paradise. So he fed me all the fruits and the water became on my loins. ജിബ്രീൽ എന്നെ പാരഡൈസിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഞാൻ പഴം കഴിച്ചു. അത് എന്റെ കാലുകൾക്കിടയിൽ അത് ആ വെള്ളമായി തീർന്നു. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം തന്നെ പിന്നെയും വേറെ ഒരു പുസ്തകം, അബ്ദുൾ റൌഫ് അൽ മനവി, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പേജ് നമ്പർ 91 ഈ വിഷയം വരുന്നുണ്ട്. പേജ് നമ്പർ 91. പുസ്തകത്തിന്റെ പേര് ദ ബുക്ക് ഓഫ് ദ ക്വസ്റ്റ്യനേഴ്സ് ഓഫ് ട്രസ്റ്റ് ഇൻക്ലൂഡിംഗ് ഫാത്തിമാസ് വെർച്യൂ. ഫാത്തിമയുടെ വെർച്യൂ എന്ന് പറയുന്ന, ഫാത്തിമയുടെ എന്തുവാ മീൻസ് ഫാത്തിമ ഒരു ഭയങ്കര മാന്യമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു, വെർച്യൂ എന്ന് കാണിക്കുന്ന ഒരു പുസ്തകമാണ്. അതിനകത്താണ് ഈ കാര്യം പറയുന്നത്.
The book of the questioner's trust, including Fatima's virtue and virtues, Abdul Rauf al Manavi, അദ്ദേഹത്തിന്റെ പുസ്തകം പേജ് നമ്പർ 91. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഓ ഇമ്രാൻ, he also said, I was sitting with prophet, ഞാൻ റസൂലിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. When Fatima came and stood facing his shoes, ഫാത്തിമ വന്നു അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ കാലിന്റെ അടുത്തേക്ക് വന്നു, ഇസ്ലാമിന്റെ പ്രവാചകന്റെ കാലിന്റെ അടുത്തേക്ക് വന്നു. He said, come closer ഫാത്തിമ, ഫാത്തിമയോട് പറഞ്ഞു ഇച്ചിരി എന്റെ അടുത്തേക്ക് വാ. So she came closer, പുള്ളിക്കാരത്തി ഇച്ചിരി അടുത്തേക്ക് വന്നു. Then he said, come closer, ഇച്ചിരൂടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. She came closer, ഇച്ചിരൂടെ അടുത്തേക്ക് വന്നു. Until she stood before him, മുഹമ്മദിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നിടം വരെ. ഇമ്രാൻ said, I saw yellowness appearing on her face, അവളുടെ മുഖത്ത് ഞാൻ ഒരു മഞ്ഞിപ്പ് ഞാൻ കണ്ടു. And the blood was all gone, പുള്ളിക്കാരത്തിയുടെ മുഖത്ത് നിന്നും രക്തം മുഴുവനായിട്ടും പോയിരുന്നു. So the messenger of Allah spread between his fingers and then placed his palm between her breast. മുഹമ്മദ് എന്ത് ചെയ്തു? മുഹമ്മദ് കൈകൾ വിടർത്തി ഫാത്തിമയുടെ മുലകൾക്കിടയിലേക്ക് കൈകൾ വെച്ചു. Then he raised his head and said, എന്നിട്ട് അദ്ദേഹം തലകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, Allah fulfill hunger, satisfy the need and lift the means. ഫാത്തിമ ബിൻ മുഹമ്മദ് does not starve. ഫാത്തിമ, അള്ളാഹു ഇവളുടെ വിശപ്പ് മാറ്റി കൊടുക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ഇവള് ഒരിക്കലും ആഹാരം ലഭിക്കാതെ അല്ലെങ്കിൽ സ്റ്റാർവേഷൻ ചെയ്ത് പോകാതെ ഇരിക്കട്ടെ എന്ന് ഈ ഒരു തെളിവ്. അപ്പൊ 2 തെളിവായ. ഇനിയും മൂന്നാമതൊരു തെളിവ് കൂടെ ഞാൻ തരാം. മൂന്നാമത്തെ തെളിവ് ഇച്ചിരൂടെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും ഫാത്തിമ എന്തിനാ വിളർത്തു പോയത് ഇയാൾ അടുത്ത് വരാൻ പറഞ്ഞപ്പോ? ഏത് പെൺകുട്ടിയും ഇങ്ങനെ ഒരു പരിപാടി ഇതിനു മുൻപേയും നടന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളിക്കാരത്തി പേടിച്ചു പോയെന്ന് അത് എങ്ങനെ നോക്കിയാലും അത് മനസ്സിലാകും. She had yellowness on her face. ഓക്കെ, ഇനി അടുത്ത ഇതിവിടെ മാത്രം നിൽക്കുന്നില്ല, വിളറിപ്പോയി. ഇയാൾ ഉപദ്രവിക്കുകയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോ എന്തായാലും ആ കുട്ടിക്ക് വിഷമം കാണില്ലേ? വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇത് വായിക്കുന്ന ഒരു മനുഷ്യനും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി കൂടെ ചെയ്യേണ്ട ഒരു വിഷയമാണോ, അതും സ്വന്തം അപ്പൻ ചെയ്യേണ്ട വിഷയമാണോ എന്നുള്ളത് കൂടെ ചിന്തിക്കുക. ഇനി ഒരു തെളിവ് കൂടെ ഞാൻ തരാം. ഇത് The Book of Ammunitions Al-Akabi on the Virtues of the Kings, Al-Tabariയുടെ മുഹീബ് അൽ ദീം പേജ് നമ്പർ 36 നിന്ന് തന്നെയാണ് ഞാൻ ആദ്യം വായിച്ചതിന്റെ റെഫറൻസ്. അത് വലിയൊരു റെഫറൻസ് ആണ്. അവിടെ നിന്ന് തന്നെയാണ് ഇത് എടുക്കുന്നത്. പറഞ്ഞോളൂ, ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത് റെഫറൻസ് കംപ്ലീറ്റ് ചെയ്യട്ടെ ബ്രദറെ. ഇത് താഴെ കേൾവിക്കാരുണ്ടല്ലോ, അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സൂറ 33ന്റെ 21 പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്ന്. അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, അൽ തബരി മുഹീബ് അൽ ദീൻ പേജ് നമ്പർ 36. അൽ ഹാഫിസ് അബ്ദുൽ അൽ കാസിം അൽ ദിമാഷ്കി റിപ്പോർട്ടഡ് ഓൺ ദി അതോറിറ്റി ഓഫ് ഒസാമ. ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ് അലി സെഡ്, അലി ഇങ്ങനെ പറഞ്ഞു, ഓ മെസഞ്ചർ ഓഫ് അല്ലാ, വിച്ച് ഓഫ് യുവർ ഫാമിലി ഈസ് മോസ്റ്റ് ബിലവഡ് ടു യു, അല്ലയോ റസൂലെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താങ്കളുടെ കുടുംബക്കാരാരാണ് എന്ന് ചോദിച്ചു. ഹി സെഡ്, ഫാത്തിമ ബിൻ മുഹമ്മദ്, ഫാത്തിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. തേർഡ് പറയുന്നത് ഇങ്ങനെയാണ്, he mentioned what came that he may Allah's prayer and blessing be upon him used to kiss her in her mouth. മുഹമ്മദ് ഫാത്തിമയെ ചുണ്ടുകളിൽ ഉമ്മ വെക്കാറുണ്ട്, മൗത്തിൽ ഉമ്മ വെക്കാറുണ്ടായിരുന്നു. and suck her tongue on the authority of Aisha. ആയിഷയുടെ അതോറിറ്റിയിൽ ഫാത്തിമയുടെ നാവ് ഉറിഞ്ചാറുണ്ടായിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. May Allah be pleased with her and blah blah blah. എന്നിട്ട് താഴോട്ട് പറയുന്നത്, so he gave me an apple and I ate it and it became a sperm in my back. So when it came down from the sky, it fell on Khadija. So Fatima fell from the sperm. Whenever he longed for the apple, he would do that. അപ്പം ഞാൻ സ്വർഗത്തിൽ പോയി, മുഹമ്മദ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോയി അവിടെ ആപ്പിൾ കഴിച്ചു, ആ ആപ്പിൾ എൻ്റെ ശരീരത്ത് വന്നു, അത് പിന്നത്തേതിൽ ഞാൻ ഖദീജയിൽ നിക്ഷേപിച്ചു. എപ്പോഴെങ്കിലും എനിക്ക് സ്വർഗത്തിലെ ആപ്പിളിന്റെ ടേസ്റ്റിന്റെ ആവശ്യം വരുമ്പോൾ ഞാൻ ഫാത്തിമയുടെ ഈ ഒരു ഇപ്പം പറഞ്ഞ വിഷയം ചെയ്യും. അത് താഴോട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനിയും ചോദ്യം ഇതാണ്, ഒരപ്പന് ചെയ്യാൻ കഴിയുന്ന ഒരു
നോർമൽ ഒരു അപ്പന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ മുഹമ്മദ് ഇവിടെ പ്രവർത്തിച്ചു കാണിക്കുന്നത്? ഇതാണ് അബ്ദുൽ ലത്തീഫ് ബ്രദറെ, താങ്കൾക്ക് ഉത്തരം പറയാം. ഓക്കെ, ഒരു മിനിറ്റ് ബായ്, ഇത്രയും പറഞ്ഞു കേട്ടല്ലോ. ആദ്യം പറഞ്ഞ ഖുർആനില് ഇതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്, അലൗഡ് ആണ് എന്ന് പറയുന്നു. അത് നിങ്ങൾ പറഞ്ഞ സൂറത്ത് എന്ന് പറയുന്നത് സൂറത്ത് ഏതാണ്? 25-ല് 54 അല്ല പറഞ്ഞത്. അതിൽ പറയുന്നത് മനുഷ്യനും എല്ലാ മനുഷ്യരും, ഒരു മിനിറ്റ്, ഇത്രയും സമയം എടുത്തല്ലോ, ഞാനും അത് എടുക്കട്ടെ. 25 അല്ല 50 എത്രയായിരുന്നു? അബ്ദുൽ ലത്തീഫ് ബ്രദറെ, താങ്കൾ കേൾക്കുന്നില്ല. യു ആർ നോട്ട് ലിസണിങ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ ആയത്ത് പോലും താങ്കൾ നോട്ട് ചെയ്തിട്ടില്ല. താങ്കൾ നോട്ട് ചെയ്തോ? ഓക്കെ, നോട്ട് ചെയ്തു. 54 ഏതായത്താ? 25-ാമത്തെ. 25-ന്റെ എത്രാമത്തെ ആയത്തായിരുന്നു? 54. ആ, ഇതിൽ വായിക്കുന്നത്, ജലത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവൻ അവൻ തന്നെയാവുന്നു, എന്നിട്ട് അവനിൽ ഏത് ജലത്തിൽ സൃഷ്ടിച്ച മനുഷ്യനിൽ വംശപാരമ്പര്യത്തിന്റെയും വിവാഹത്തിന്റെയും 2 വ്യത്യസ്ത ബന്ധങ്ങളും ഉണ്ടാക്കി. നിന്റെ നാഥൻ വലിയ കഴിവുള്ളവനല്ലോ. ഈ ഇതാണ്. നിങ്ങൾ പേരെന്താണ്? നിങ്ങൾ പേര് പറയൂ. Abdulle, come to the point. I have proved it from your Islamic text. Abdulle, പോയിന്റിലേക്ക് കടന്നു വരൂ. ഇസ്ലാം സ്വന്തം മകളുമായിട്ട് ലൈംഗിക ബന്ധം ചെയ്യുവാൻ അനുവാദം ചെയ്യുന്നുണ്ട്. അബ്ദുള്ളെ, സമയം കളയണ്ട പ്ലീസ്. അബ്ദുള്ളെ, വിവരക്കേട് പറയരുത്. അബ്ദുള്ളെ, ഇത്രയും താങ്കൾ എന്നോട് സംസാരിച്ചിട്ട് താങ്കൾ ഇത്രയും നേരത്തെ മനസ്സിലായില്ലേ? പേരെന്തുവാണ്? മുഹമ്മദിന്റെ ഒറിജിനൽ പേരറിയോ? മമ്മൂഞ്ഞിന്റെ ഒറിജിനൽ പേരറിയോ? മമ്മൂഞ്ഞിന്റെ ഒറിജിനൽ പേരറിയോ? നിങ്ങൾ വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ അബ്ദുൽ ലത്തീഫോ ഏത് കോയ വന്നാലും ഞങ്ങൾക്ക് ഒരേപോലെ ഉള്ളൂ. കം ടു ദ പോയിന്റ് ആയിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞ വാദത്തിന് എതിർവാദം പറ. ഞാൻ ഖുറാനിൽ നിന്നും ഖുറാന്റെ തഫ്സീറുകളിൽ നിന്നും ഞാൻ തെളിയിച്ചു, ഒരു മുസ്ലിമിന് സിനയിൽ ജനിക്കുന്ന മകളുമായി, കാരണം അത് അവന്റെ മകളല്ല, കാരണം എന്തുവാ, ലീനിയേജ് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല, അവിടെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല, അവന്റെ മകളുമായി അവൻ എന്തു ചെയ്യാം? അവൻ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാം. ഇമാം ഖുർത്തുബി വളരെ കൃത്യമായി ആ തഫ്സീറിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് സൂറ 4-23 അവിടെ എടുക്കാൻ പറ്റത്തില്ല. മകളും അമ്മയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിനെ അവിടെ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് സിനയിൽ ജനിച്ച മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇനിയും മുഹമ്മദ് സിനയിൽ ജനിച്ച മകളുമായിട്ടല്ല, ഖദീജയിൽ ജനിച്ച ഫാത്തിമയുമായി ചെയ്തതാണ് ഞാൻ താങ്കളുടെ മുൻപിൽ പുസ്തകത്തിൽ എഴുതി കാണിച്ചത്. അതിനെപ്പറ്റി താങ്കൾക്ക് പറയാനില്ല. അപ്പൊ സ്വന്തം പ്രവാചകനെ പറ്റി താങ്കൾക്ക് പറയാനില്ല. സ്വന്തം പ്രവാചകൻ സ്വന്തം മകളുടെ നാവ് ഉറിഞ്ചുന്നതിനെ പറ്റി താങ്കൾക്ക് പറയാനില്ല. സ്വന്തം പ്രവാചകൻ സ്വന്തം മകളുടെ മുലകൾക്കിടയിലേക്ക് കൈവെക്കുന്നതിനെ പറ്റി താങ്കൾക്ക് പറയാനില്ല. സ്വന്തം പ്രവാചകന്റെ ഭാര്യയുടെ മുൻപിൽ സ്വന്തം മകളെ ഉമ്മ വെക്കുന്നതും ഭാര്യ അത് കണ്ടുകൊണ്ടിരിക്കുന്നതും താങ്കൾ എന്തിനാണ് ഇത് ഉമ്മ വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് വലിയൊരു ഒരു വിവരക്കേട് കഥ അദ്ദേഹം പറയുന്നതായിട്ട് കാണാം. അതിനെപ്പറ്റി താങ്കൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. താങ്കൾക്ക് എന്റെ പേരാണ് അറിയേണ്ടത്. ആധാർ കാർഡ് കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ? അങ്ങോട്ട് പറഞ്ഞു തരട്ടെ ഞാൻ ആധാർ കാർഡ് കൂടെ? ഇതാണോ നമ്മുടെ വിഷയം ഇവിടുത്തെ? നസ്രീൻ ബ്രദറെ, ഈ ആട് നസ്രീൻ ബ്രദർ തഫ്സീർ വായിച്ചപ്പോൾ പറയാം. അബ്ദുൽ മിനിറ്റ് തഫ്സീർ വായിച്ചപ്പോൾ ആട് പറയാണ് നസ്രീൻ ബ്രദർ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന. ആടെ നീ പോയി തഫ്സീർ എന്തോ ഹദീസ് എന്നോ പഠിപ്പിക്കുന്ന ഗതികൾ താങ്കളോടല്ല അബ്ദുൽ ലത്തീഫ് ബ്രദറെ, താങ്കളോടല്ല ഇത് പറയുന്നത്, താഴെ ഇരിക്കുന്ന ആടിനോടാണ് പറയുന്നത്. ആടിന് പിന്നെ പ്രത്യേകിച്ച് നട്ടലൊന്നുമില്ല, ആടിന് മേളിൽ കയറി വരാനൊന്നും പറ്റത്തില്ല. അപ്പുറത്ത് റൂം ഇടുമ്പോൾ തലോടിയുടെ റൂമിൽ ഭയങ്കര വീരവാദമാണ് പുള്ളി. പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന് കയറി വരാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ 3 തെളിവുകളാണ് തന്നത്. 3 references I have given. I have given Quran, I have given tafsir, I have given 3 references. ഈ ഒരു റെഫറൻസ് പോലും ഇവന്മാർക്ക് എടുക്കാതെ ഇവന്മാർക്ക് എന്റെ പേരാണ് ഇപ്പൊ അറിയേണ്ടത്.
ഹൗ ഷെയിംഫുൾ യു ആർ. നാണമുണ്ടോ സഹോദര? ഇച്ചിരെയെങ്കിലും നാണമുണ്ടോ അബ്ദുള്ളേ? ചിരിക്കാതെ. ഉഹുദ് യുദ്ധത്തിൽ പല്ല് പോയ മുഹമ്മദിന്റെ മുന്നിലത്തെ പല്ല് പോയായിരുന്നല്ലോ. മുന്നിലത്തെ 2 പല്ല് പോയത് ഓർമ്മയുണ്ടോ? ചിരിക്കാതെ. മുഹമ്മദിന്റെ